ആ കാലൊന്ന് നീക്കിക്ക് സാറേ. ഓമനയുടെ കൊഞ്ചുള്ള സംസാരം കേട്ടപ്പോൾ അയാൾ കാലുകൾ നന്നായി നീക്കി പിടിച്ചു. ഓമന തുടച്ച് അയാളുടെ പെൻഡന്റത്തെ എല്ലാം തുടച്ചെടുത്തു. അയാൾ പൂർണ്ണമായും തന്റെ വഴിക്ക് വന്നതെന്ന് ബോധ്യമായ ഓമന എണീറ്റ് നിന്ന് രേഷ്മയെ കണ്ണുകൾ കൊണ്ട് അടുക്കളയിലേക്ക് പോകാൻ കാണിച്ചു. രേഷ്മ അടുക്കളയിലേക്ക് മാറിയതും ഓമന എന്നിട്ട് അയാളുടെ അടുത്ത് വന്ന് നിന്നു. സാറിന്റെ കാപ്പി പോയാലോ? ആ, അത് സാരില്ല ചേച്ചി. അയാൾ പറഞ്ഞു. അയ്യോ, അത് പറ്റില്ല. അതിന് ഒരാൾ വീട്ടിൽ വന്നപ്പോൾ ഒരു ഗ്ലാസ് കാപ്പി പോലും കൊടുക്കാൻ പറ്റിയില്ല. എനിക്ക് വിഷമമാണ്. ആ പലിശക്കാരൻ കാശ് വാങ്ങാനായി വീട്ടിൽ വന്നപ്പോൾ അമ്മയും മകളും കൂടി അയാൾക്ക് നൽകിയത് ഒരു സ്വർഗത്തിലേക്കുള്ള കവാടമായിരുന്നു. അയാൾക്ക് മുന്നിൽ അവർ തുറന്നിട്ടത്. ജീവിതത്തിൽ ആദ്യമായിട്ടായിരിക്കും അയാൾക്ക് ഇത്രയും വലിയൊരു സ്വർഗ കവാടം കാണാനും അനുഭവിക്കാനും കഴിഞ്ഞത്. അതും ഒന്നല്ല, രണ്ട്. കൊടുക്കാൻ കാശില്ലാത്തതിനാൽ അമ്മ അയാൾക്ക് ആ രുചിയേറിയ വിഭവം നൽകാൻ തന്നെ തീരുമാനിക്കുകയായിരുന്നു. സമയം രാവിലെ 10 മണിയായപ്പോൾ അജുവിന്റെ ഫോണിലേക്ക് ഒരു കോൾ വന്നു. എന്നാൽ ജോലി തിരക്കായതിനാൽ അജു അപ്പോൾ കോൾ എടുത്തില്ല. കോൾ മുടക്കി വെച്ചു. അജു ഒരു കാർ മെക്കാനിക്കാണ്. പണിക്കിടയിൽ ഫോണിൽ കളിച്ചിരുന്നാൽ ആശാൻ നല്ല ചീത്ത പറയും. ഉച്ചയ്ക്ക് കഴിക്കാൻ കയറും മുന്നേ അജു കോൾ നോക്കി. രേഷ്മ ചേച്ചി മിസ്ഡ് കോൾ 5 വട്ടം. ഓമനയമ്മ മിസ്ഡ് കോൾ 5. എന്താ ഈ ഒറ്റകൾ വിളിച്ചത്? അജു ഓർത്തുകൊണ്ട് ഫോണിൽ രേഷ്മയുടെ നമ്പറിലേക്ക് കോൾ ചെയ്തു. ഡാ അജു, നീ എവിടെ പോയി കിടക്കുമായിരുന്നു? ഞാൻ എത്ര നേരം വിളിച്ചു? രേഷ്മ ചോദിച്ചു. ഇതിന്റെ പെണ്ണിന്റെ ഒക്കെ വിചാരം ഞാൻ അവളെ പോലെ വീട്ടിൽ തിന്നു ഇരിക്കുവാണെന്നാണ്. ഞാൻ പണിയാടി പെണ്ണെ, അജു മനസ്സിൽ പറഞ്ഞു. ഞാൻ ജോലി തിരക്കിലായിരുന്നു ചേച്ചി, അജു പറഞ്ഞു. എന്താ വിളിച്ചത്? ഓമനമ്മയുടെ മിസ് കോള് കണ്ടല്ലോ, അജു ചോദിച്ചു. ഡാ അജു മോനെ, നിന്റെ കയ്യിൽ ഒരു 5000 എടുക്കാണ്ടോ? ഇന്ന് ലോണുകാരൻ വരൂടാ. 1-2 മാസത്തെ പൈസ ഉള്ളത് വലിയൊരു തുകയായി. അതൊന്ന് അടയ്ക്കണം. ഉണ്ണിച്ചേട്ടന് ഒരു ഓട്ടം കിട്ടിയിട്ട് പോയേക്കുവാ. നിന്റെ കയ്യിലുണ്ടോ? രേഷ്മ ചോദിച്ചു. ആ ചേച്ചി, ഞാൻ കഴിക്കാൻ തുടങ്ങുമായിരുന്നു. എന്റെ കയ്യിൽ അത്രയൊന്നും ഉണ്ടാവില്ല. ഞാൻ ആരുടെങ്കിലും ചോദിച്ചു നോക്കാം എന്നും പറഞ്ഞ് അജു ഫോൺ കട്ട് ചെയ്തു. ബാഗിൽ നിന്ന് പൊതിയും എടുത്ത് എന്നും കഴിക്കാനിരിക്കുന്നിടത്ത് നിന്ന് മാറിയിരുന്നുമാണ് ഊണ് കഴിച്ചത്. അവൻ കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ രേഷ്മയുടെ വാട്സപ്പ് മിസ് കോൾ വന്നുകൊണ്ടേയിരുന്നു. ഒപ്പം മെസ്സേജും. രേഷ്മയുടെ മെസ്സേജുകൾ ഇങ്ങനെയായിരുന്നു. അജു, എന്തായി കിട്ടിയോ മോനെ? ലോണുകാർ വന്നാൽ നാണക്കേടാണ്. പ്ലീസ് ഒന്ന് നോക്കടാ ചക്കര കുട്ടാ. ഡാ അജു, അവളങ്ങനെ സോപ്പിടാൻ തുടങ്ങിയിരുന്നു. അജു ഒരു ചിരിയോടെ ആ മെസ്സേജുകളൊക്കെ നോക്കിക്കൊണ്ടുവരുന്നു. കഴിച്ചു കഴിഞ്ഞ് അജു നേരെ ടോയ്ലറ്റിൽ കയറി വാതിലടച്ചു. രേഷ്മയെ വീഡിയോ കോൾ ചെയ്തു. അവൾ കോൾ അപ്പോൾ തന്നെ കട്ടാക്കി. 2-3 വട്ടം പിന്നെയും അജു വീഡിയോ കോൾ ചെയ്തു. രേഷ്മ അതൊക്കെ പിന്നെയും കട്ടാക്കി. ഏയ് എന്താ ചേച്ചി, എന്തിനാ കോൾ കട്ടാക്കുന്നത്? അജു രേഷ്മയ്ക്ക് മെസ്സേജ് ഇട്ടു. എന്താ നീ കാര്യം പറ അജു. അത് പിന്നെ ചേച്ചി, ഞാൻ ഒരാളോട് പൈസ ചോദിച്ചു. ചേച്ചിക്ക് ചീപ്പുണ്ടോ? ആ ഉണ്ട്. പൈസ കിട്ടിയെങ്കിൽ വേഗം ഇട്ട് തട മോനെ. അവർ 3 മണിക്ക് വരും എന്നാ പറഞ്ഞത്. ആ, അതിനാ ഞാൻ വീഡിയോ കോൾ ചെയ്തത്. ചേച്ചി കോൾ എന്നെടുക്ക്. ഇല്ല അജു, നീ മെസ്സേജ് അയക്കുക. രേഷ്മ റിപ്ലൈ ചെയ്തു. എന്താ ബിസിയാണോ? അത് ചോദിച്ചു. അല്ല, നീ മെസ്സേജ് ഇട്ടാൽ മതി, രേഷ്മ പറഞ്ഞു. അജു പിന്നെയും അവൾക്ക് വീഡിയോ കോൾ ചെയ്തുകൊണ്ടേയിരുന്നു. എന്നാൽ രേഷ്മ അതെല്ലാം കട്ടാക്കി. ഓഹ്, ഈ പെണ്ണും 5-10 വാങ്ങിയതൊക്കെ തന്നെ ഒരു വലിയ തുകയായിട്ടുണ്ട്. അപ്പൊ പിന്നെയും ചോദിച്ചിരുന്നു. എന്നാൽ ഒരു വീഡിയോ കോൾ ചെയ്ത് കുറച്ചു നേരം ഒന്ന് സുഖിക്കാന്ന് വെച്ചാൽ അതിനെ സമ്മതിക്കില്ല, അജു പറഞ്ഞു. രേഷ്മ പിന്നെയും അവൻ മെസ്സേജ് അയച്ചു. ചെറപറ വരുന്ന അവളുടെ മെസ്സേജൊക്കെ അജു നോക്കി. ചേച്ചി, എന്നെ ആശ മണിക്കാറാൻ വിളിക്കുന്നു. ഞാൻ ചോദിച്ച ആളുടെ കയ്യിൽ ഇപ്പോൾ അത്രയും പൈസ എടുക്കാനില്ല അത്രേ. എൻ്റെ കയ്യിൽ ഒരു 500 ഉണ്ട്, അത് മതിയോ എന്ന് ചോദിച്ചു. ഇല്ലടാ, 500 കിട്ടിയിട്ട് കാര്യമില്ല, രേഷ്മ റിപ്ലൈ കൊടുത്തു. അജു പിന്നെ ഒന്ന് റിപ്ലൈ ചെയ്യാൻ പോയില്ല. അവൻ നേരെ വർക്ക്ഷോപ്പിൽ പോയിരുന്നു. അന്ന് പിന്നെ അധികം വണ്ടിയൊന്നുമില്ലായിരുന്നു. അജുവിന്റെ ആശയം പുറത്തേക്ക് പോയ നേരം അവൻ ഫോണിൽ സിനിമയും വെച്ചിരുന്നു. മോളെ രേഷ്മയെ, അജുവിനെ വിളിച്ചോ? നീ എന്ത് പറഞ്ഞു? അവൻ ഓമന മകൾ രേഷ്മയോട് ചോദിച്ചു. തമിഴ് ഐറ്റം നായിക പിങ്കി പോലെ ഉള്ള ഒരു പെണ്ണായിരുന്നു ഓമന. മാക്സിക്ക് മുകളിലായി കിടന്ന 6 പവന്റെ താലിമാലയിൽ പിടിച്ചുകൊണ്ട് അവൾ എന്തോ ആലോചിച്ചു നിന്നു. അവന്റെ കയ്യിലില്ലെന്ന് പറഞ്ഞു. പിന്നെ വേണേൽ ഒരു 500 കൊണ്ട് അത് ഇട്ടുതരാമെന്ന് രേഷ്മ പുച്ഛത്തോടെ പറഞ്ഞു. ഉണ്ണിയല്ലേ അവന് പണിക്കയറ്റിയത് ആ വർക്ക്ഷോപ്പിൽ. അവനെ കൊണ്ട് ഒരു ഉപകാരം ഇല്ലല്ലോ. ഓമന അജുവിനെ കുറ്റം പറഞ്ഞുകൊണ്ട് അവിടെ ഇരുന്നു. രേഷ്മ ആരെയോ ഫോളോ ചെയ്യുന്നത് നോക്കി ഓമന അവളോട് ആരെയാന്ന് ആംഗ്യം കാണിച്ചു. രേഷ്മ കണ്ണുകൾ അടിച്ചു ഓമനയെ കാണിച്ചു. ഹലോ ചേട്ടാ, അജുവിനെ ഞാൻ വിളിച്ചു. അവന്റെ കയ്യിൽ പൈസ ഇല്ലെന്ന് പറഞ്ഞേ. രേഷ്മയുടെ പാട്ടുകൾ കേട്ടപ്പോൾ അപ്പുറത്ത് ഉണ്ണിയാണെന്ന് ഓമനയ്ക്ക് മനസ്സിലായി. അവൻ്റെ ഇല്ലെങ്കിൽ എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല രേഷ്മ, ഞാൻ നല്ല തിരക്കില്ല. നീ വെക്ക്, നിങ്ങൾ അമ്മയും മോളും കൂടി ഇരുന്ന് എന്താ വെച്ചാൽ ചെയ്ത്. അതും പറഞ്ഞ് ഉണ്ണി ഫോൺ കട്ട് ചെയ്തു. രേഷ്മയും ഓമനയും മുഖത്തോടെ മുഖം നോക്കിയിരുന്നു. ഓമന ഒരു 42കാരി അമ്മായി, അവളുടെ മകൾ 23കാരി മകൾ രേഷ്മ. രേഷ്മയുടെ ഭർത്താവ് ലോറി ഡ്രൈവറാണ്. ഒരു മകൻ കൂടി ഉണ്ട് രേഷ്മയ്ക്ക്, രാഹുൽ എന്ന ഉണ്ണിക്ക് 26 വയസ്സുണ്ട്. ഒരു മകൻ കൂടി ഉണ്ട് ഓമനയ്ക്ക്. ഉണ്ണിക്ക് 26 വയസ്സുണ്ട്. ഓമനയുടെ ഭർത്താവ് രാജു. ഉണ്ണിയുടെ കൂട്ടുകാരൻ ആണ് രേഷ്മ. മെസ്സേജ് അയച്ച അജു. ഉണ്ണിയുടെ വീടിന് കുറച്ച് മാറിയാണ് അജുവിന്റെ വീട്. വീട്ടിൽ അച്ഛനും അമ്മയും മാത്രം. അജു ഒറ്റ മോനാണ്. അജുവിന്റെ കയ്യിൽ നിന്നും ഇടയ്ക്ക് ഉണ്ണി കടം വാങ്ങും പണം. ഈ കഴിഞ്ഞ 2 മാസങ്ങൾക്ക് മുന്നേ ഉണ്ണി അജുവിന്റെ കയ്യിൽ നിന്ന് 16,000 രൂപ വാങ്ങിയിരുന്നു. അതുകൂടാതെ 5-10 വാങ്ങിയത് വേറെ. വാതിലിൽ മുട്ടുകേട്ടാണ് ഓമന മയക്കത്തിൽ നിന്ന് കണ്ണുകൾ തുറന്നത്. അടുക്കളയിൽ നിലത്ത് പായ വിരിച്ച് കിടന്ന ഓമന ഹാളിൽ കട്ടിലിൽ കിടന്നുറങ്ങുന്ന രശ്മിയെ തട്ടി വിളിച്ചു. ഡി മോളെ രശ്മ, എനിക്ക് ഇത് അവർ വന്നെന്ന് തോന്നുന്നു എന്ന് പറഞ്ഞ് ഓമന കൈകൾ ഉയർത്തിയതിന്റെ അഴിഞ്ഞ മുടി ചുറ്റി കെട്ടിവെച്ചു. രശ്മ ഉറക്കപ്പിച്ചിൽ കട്ടിൽ നിന്ന് എഴുന്നേറ്റ് എന്നിട്ട് മുഖം കൈകൊണ്ട് തുടച്ചു. എന്നാ പറയും, ഇനി അവിടെ ഒന്നും കാണില്ല, രേഷ്മ പതിയെ പറഞ്ഞു. ഇവിടെ ആരുമില്ലേ? ഹലോ, പുറത്തു നിന്ന് ഒരു പുരുഷന്റെ ഒച്ച കേട്ടതും ഓമന ഇതാ വരുന്നേ എന്ന് പറഞ്ഞു പോയി. വാതിൽ തുറന്നു കൊടുത്തു. ഷർട്ട് ഇൻസേർട്ട് ചെയ്ത് തോളിൽ ബാഗൊക്കെ ഇട്ട് നിൽക്കുന്ന ഒരു 30-34 വയസ്സ് തോന്നിക്കുന്ന ആൾ ഓമനെ നോക്കി ചോദിച്ചു. ചേച്ചി, ലോണിന്റെ പൈസ വാങ്ങാൻ വന്നതാ?
അയ്യോ പതുക്കെ അകത്തേക്ക് കയറുക, ഓമന പറഞ്ഞു. അയാൾക്ക് കാര്യം മനസ്സിലായില്ല. എന്താ ചേച്ചി? അയ്യോ മോനെ, അകത്തേക്ക് കയറുക, എന്നിട്ട് കാര്യം പറയാം എന്ന് പറഞ്ഞു ഓമന വാതിൽ മറവിൽ നിന്നു. അയാൾ അകത്തേക്ക് കയറിയപ്പോൾ തന്നെ ഓമന വാതിലടച്ച് കുറ്റിയിട്ടു. വാ സാർ വന്നിരിക്കൂ. കട്ടിലിരിക്കുന്ന രശ്മ എണീറ്റ് നിന്നുകൊണ്ട് അയാളോട് ഒരു കസേര വലിച്ചിട്ടിട്ട് പറഞ്ഞു. അയാൾ കസേരയിൽ ഇരുന്ന് രശ്മയെ നോക്കി. കറുത്ത ടീഷർട്ട്, ഒരു ട്രാക്ക് പാൻറ്റുമായിരുന്നു രശ്മയുടെ വേഷം. മുടി ഉച്ചിയിൽ കെട്ടി വെച്ചിരിക്കുന്നു. നല്ല വെളുത്ത് കുറച്ച് വയറ് ചടിയ ഒരു പെണ്ണ്. അയാൾ അവളെ നോക്കിയിരിക്കുന്നത് കണ്ടുകൊണ്ട് ആണ് ഓമന അയാളുടെ അടുത്തേക്ക് വന്നത്. ഓമന വന്നത് കണ്ടപ്പോൾ അയാൾ പെട്ടെന്ന് രശ്മിയിലേക്കുള്ള നോട്ടം മാറ്റി. ബാഗ് തുറന്ന് ഒരു ബുക്ക് എടുത്തു. ചേച്ചി എങ്ങനെയാ പച്ച തരുന്നത്? ജിപേയാണോ അതോ ക്യാഷ് തരുവാണോ? ഓമനയോട് അയാൾ ചോദിച്ചു. സാർ ഒന്നും വിചാരിക്കരുത്, ഇപ്പോൾ ഞങ്ങളുടെ കയ്യിൽ പണമില്ല. ഓമന പറഞ്ഞു. നിങ്ങൾ എന്താണ് പറയുന്നത്? നിങ്ങൾ മാത്രമേ ഇത്രയും ഡ്യൂ ഇടുന്നുള്ളൂ. ബാക്കിയുള്ളവർ കൃത്യമായി പണം അടയ്ക്കുന്നുണ്ട്. ഇന്ന് നിങ്ങളുടെ പണവുമായി ചെല്ലാനാണ് ഓഫീസിൽ നിന്ന് പറഞ്ഞിരിക്കുന്നത്. പണം തന്നേ പറ്റൂ. അയാൾ ഓമനയും രശ്മിയെ നോക്കി പറഞ്ഞു. സാർ ഒച്ച വയ്ക്കരുത്, നാട്ടുകാർ അറിയാൻ ഞങ്ങൾക്ക് നാണക്കേടാണ്. പുറത്തു നിന്ന് സാർ സംസാരിക്കുന്നത് ശരിയാകില്ല. അതുകൊണ്ടാണ് ഞങ്ങൾ സാറിനെ അകത്തേക്ക് വിളിച്ചത്. ഓമന പറഞ്ഞു. ഇല്ല ചേച്ചി, നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും ഒരു രക്ഷയില്ല. എനിക്ക് പണം കിട്ടിയേ പറ്റൂ. ഞാൻ പണമായിട്ടേ പോകും. അയാൾ പറഞ്ഞു. ഈ വട്ടം കൂടി മാത്രം സാർ, അടുത്ത വട്ടം മൊത്തം പണവും ഞങ്ങൾ തരും. ഓമനയും രശ്മിയും കൂടി പറഞ്ഞു. അയാളുടെ കാലിൽ വീണു. നിങ്ങൾ എന്താ കാണിക്കുന്നത്? വിടാം. അയാൾ തന്റെ കാൽ കീഴിലിരിക്കുന്ന പെണ്ണുങ്ങളെ നോക്കി പറഞ്ഞു. അതും പറഞ്ഞു കഴിഞ്ഞപ്പോഴാണ് അയാൾ രശ്മിയുടെ ശ്രദ്ധിച്ചത്. ഓമന അയാളുടെ നോട്ടം ഒറ്റ കണ്ണാലെ കണ്ടു. അയാളുടെ കാൽക്കൽ കീഴിൽ ഇരുന്നുകൊണ്ട് ഓമന കണക്ക് കൂട്ടി. ഇന്ന് തന്നെ തുടക്കമെല്ലാം തീർക്കാമെന്നും. അയാൾ രശ്മിയെ നോക്കിക്കൊണ്ടേയിരുന്നു. ഓമന അത് കണ്ടപ്പോൾ സകല അടവും അയാൾക്ക് മുന്നിൽ എടുക്കാൻ നോക്കി. അപ്പോൾ അയാൾ അവളിൽ നിന്ന് നോട്ടം മാറ്റി. നിങ്ങൾ എൻ്റെ കാല് കെട്ടിപ്പിടിച്ച് കരയാതെ എനിക്ക്. ഓമനയും രശ്മിയും എനിക്ക് അയാളെ നോക്കി നിന്നു. ഞാൻ വെറും ഒരു ശമ്പളക്കാരൻ മാത്രമാണ്. എനിക്ക് എൻ്റെ ജോലി ചെയ്യാനേ പറ്റൂ. അയാൾ തന്നെ നയം വ്യക്തമാക്കി. അവളെ നീ ചായ ഇടൂ. ഓമന രശ്മിയെ നോക്കി പറഞ്ഞു. അവൾ അവിടെ നിന്ന് അടുക്കളയിലേക്ക് നടന്നു. നടത്തത്തിൽ അയാൾ അവളെ തന്നെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. സാറേ, ഇപ്പം മോന് പണിയൊന്നുമില്ല. അതാ ഇത്രയും മുടക്കം വന്നത്. എൻ്റെ ഭർത്താവ് ലോറി ഡ്രൈവറാണ്. ഇപ്പോൾ അധികാരം പണിയൊന്നുമില്ല. മോനും ചേട്ടനും കൂടി ആരോടോ പണം ചോദിക്കാൻ പോയതാണ്. പക്ഷേ ഇതുവരെ കിട്ടിക്കാണില്ല. അല്ലെങ്കിൽ ഇപ്പോൾ വരുമായിരുന്നു. വിളിച്ചിട്ട് കിട്ടുന്നുമില്ല. ഓമന അയാൾക്കെതിരായി ഇരുന്നുകൊണ്ട് പറഞ്ഞു. പിങ്കിൽ വെള്ളപ്പൂക്കളുള്ള മാക്സി ഇട്ട് കട്ടിൽ നീട്ടി വെച്ചുകൊണ്ട് ഓമന അത് പറയുമ്പോൾ അയാളുടെ നോട്ടം അവളിലേക്കായിരുന്നു. കാരണം സൗന്ദര്യത്തിൽ ഒട്ടും പിറകിലല്ല ഓമന. അയാൾ ഓമനയെ നോക്കിയിരുന്ന സമയം കൊണ്ട് രശ്മ കാപ്പിയുമായി അവരുടെ അടുക്കൽ വന്നു. ഈ വീടിന്റെ അവസ്ഥ തന്നെ കണ്ടില്ലേ, ആകെ പൊട്ടിപ്പൊളിഞ്ഞ്. ഇതൊന്നും നേരെയൊക്കെ പോലും ആവില്ല. ഇപ്പോൾ ഞങ്ങൾക്ക് സാർ കാപ്പി കുടിക്കൂ എന്ന് കൂടി ഓമന പറഞ്ഞു. അയാൾ രശ്മിയുടെ കയ്യിൽ നിന്ന് കാപ്പി വാങ്ങിയ കൂട്ടത്തിൽ അവളുടെ കയ്യിൽ അറിയാതെ ഒന്ന് തട്ടിയിരുന്നു. ഓമനയെ പോലെ വട്ടമുഖവും മൂക്കിൽ മുക്കുത്തിയും ഒക്കെ ഇട്ട് നിൽക്കുന്ന ഒരു പെണ്ണ് അയാൾ ഓർത്തു. നിങ്ങളുടെ ഭർത്താവിനെയും മോനെയും ഒന്ന് വിളിച്ചു നോക്ക് എന്ന് പറഞ്ഞ് അയാൾ ഫോൺ ഓമനയ്ക്ക് നേരെ നീട്ടി. ഓമന ഫോൺ വാങ്ങുന്ന കൂട്ടത്തിൽ അയാളുടെ കയ്യിൽ നിന്ന് തട്ടിയിരുന്നു. പെട്ടെന്ന് അയാളുടെ കയ്യിലിരുന്ന് ചൂട് കാപ്പി നിലത്തേക്ക് വീണു. സോറി, അയാൾ ഓമനോട് പറഞ്ഞു. കുറച്ച് അയാളുടെ പെനിലേക്ക് വീണിരുന്നു. സാരമില്ല സാർ, മോളെ ആ തുണിയങ്ങ് എടുത്ത് ഓമന രശ്മി പറഞ്ഞു വിട്ടു. രശ്മ തുണിയുമായി വന്നപ്പോൾ ഓമന നിലത്തിരുന്നുകൊണ്ട് തറയിൽ വീണ കാപ്പി തുടച്ചുകൊണ്ടിരുന്നു. ഓമന മാക്സി പോയിരുന്ന ചായയും പതിയെ തുടച്ചുകൊണ്ടിരുന്നു. ആ കാലൊന്ന് നീക്കിക്ക് സാറേ. ഓമനയുടെ കൊഞ്ചൊരു സംസാരം കേട്ടത് അയാൾ കാലുകൾ നന്നായി നീക്കി പിടിച്ചു. ഓമന തുടച്ചു അയാളുടെ പെന്നിത്തെ എല്ലാം തുടച്ചെടുത്തു. അയാൾ പൂർണ്ണമായും തന്റെ വഴിക്ക് വന്നതെന്ന് ബോധ്യമായി ഓമന എണീറ്റ് നിന്ന് രശ്മിയെ കണ്ണുകൾ കൊണ്ട് അടുക്കളയിലേക്ക് പോകാൻ കാണിച്ചു. രശ്മ അടുക്കളയിലേക്ക് മാറിയത് ഓമന എന്നിട്ട് അയാളുടെ അടുത്ത് വന്ന് നിന്നു. സാറിന്റെ കാപ്പി പോയാലോ? അത് സാരില്ല ചേച്ചി. അയാൾ പറഞ്ഞു. അയ്യോ അത് പറ്റില്ല. അതിന് ഒരാൾ വീട്ടിൽ വന്നപ്പോൾ ഒരു ഗ്ലാസ് കാപ്പി പോലും കൊടുക്കാൻ പറ്റിയില്ല. എനിക്ക് വിഷമമാണ് എന്നും പറഞ്ഞു ഓമന അയാൾ ഒന്നുകൂടി സുഖിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു. കാപ്പി പൊങ്ങി പോട്ടെ, ഞാൻ കുറച്ച് പാല് തരട്ടെ. അവൾ അത് പറഞ്ഞപ്പോൾ അയാൾക്ക് വല്ലാത്ത സന്തോഷം തോന്നി. അയാളുടെ കിളി മൊത്തം പറഞ്ഞു. വാ, നല്ല ചൂട് പാല് തരാമെന്ന് പറഞ്ഞു ഓമന അയാളെ പിടിച്ച് കൊണ്ടുപോയി. സാറിന് പിന്നെ നല്ല വിശപ്പുണ്ടെന്ന് കണ്ടാൽ തന്നെ അറിയാം. അതുകൊണ്ട് സാർ പാല് മാത്രം ആക്കണ്ടേ. സാറിന് നല്ലൊരു വിഭവം തന്നെ ഞാൻ ഒരുക്കി വെച്ചിരുന്നു. എനിക്കറിയായിരുന്നല്ലോ സാർ വരുമെന്ന്. അങ്ങനെ അകത്തേക്ക് ചെന്ന് ഓമന ആ വിഭവങ്ങൾ അയാൾക്ക് മുന്നിൽ നിരത്തി വെച്ചു. എന്നിട്ട് പറഞ്ഞു. സാർ, ഇപ്പോൾ എൻ്റെ കയ്യിൽ സാറിന് തരാൻ ഇത് മാത്രമേ ഉള്ളൂ പൈസ. പക്ഷെ ഞാൻ തരും. പക്ഷേ ഇപ്പോൾ സാർ ഇത് സ്വീകരിക്കണം. എന്നിട്ട് ഞങ്ങൾ നിരീക്ഷിക്കും. അങ്ങനെ അയാളെ സന്തോഷിപ്പിക്കാൻ വേണ്ട കാര്യങ്ങളെല്ലാം അമ്മയും അവളും കൂടി ചെയ്തപ്പോൾ അയാൾ ഒരുവിധം ക്ഷമിച്ചു. എന്നിട്ട് പറഞ്ഞു തൽക്കാലം. അങ്ങനെ അയാളെന്ന് സന്തോഷപ്പെടുത്തി വിട്ടപ്പോൾ അയാൾ പിന്നെ സമ്മതിച്ചു. ഞാൻ കയ്യിൽ നിന്ന് അടച്ചോളാം, പിന്നെ നിങ്ങൾക്ക് ഉണ്ടാവുന്നത് തന്നാൽ മതിയെന്ന്. അങ്ങനെ അന്നത്തെ ദിവസത്തിൽ നിന്ന് അവർ രക്ഷപ്പെട്ടു. അമ്മയുടെയും മകളുടെയും ആ കഴിവുകൊണ്ട് അവർ പച്ചക്കാരിൽ നിന്ന് രക്ഷപ്പെടുകയായിരുന്നു.